ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണല്ലോ. നല്ല ട്രെൻഡായിട്ട് പോയിരിക്കുന്ന ഒരു ഐറ്റം തന്നെ ചെയ്യാമെന്ന് വെച്ച്. ഏതാണ്? നമ്മുടെ ഇഫ ചിക്കന്. എങ്ങനെയാണെന്ന് പോയി നോക്കിയാലോ? പോകാം വീഡിയോയിൽ. പൊളി ഐറ്റം തന്നെ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം. ഇതുപോലെ കൊത്തി പിന്നെ അങ്ങ് എടുത്തേക്കണം. എന്തിനാണെന്നല്ലേ, നല്ല മസാല ഇറങ്ങട്ടെന്ന്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തണേ. അതുപോലെ വീഡിയോ കണ്ട് സപ്പോർട്ടും തരണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല രീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് നല്ല കോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. എന്തിനാണെന്നറിയില്ലേ? ഇതിനകത്ത് നല്ല രീതിക്ക് മസാല ഇറങ്ങണം. മനസ്സിലായോ? മസാല ചേർക്കുമ്പോൾ ഈ ഹോളിനകത്തൂടെയൊക്കെ എല്ലാം നല്ല ചിക്കനകത്ത് മസാല ഇറങ്ങും. അതിനുവേണ്ടി ഇതുപോലെ നല്ല രീതിക്ക് അങ്ങോട്ട് കൊത്തി കൊടുക്കണം. ഇനിയുണ്ട് പരിപാടി ഇതിൽ. ഈ കുത്ത് മാത്രം പോരാ. ചട്ട ചവത്തി കുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാലും ഞാൻ കുത്തും. കാര്യം എന്താ? എനിക്കിത് മസാല നല്ല രീതിക്ക് ഇറങ്ങി നല്ല സെറ്റാവണം. അതിന് വേണ്ടി ഇതുപോലെ നല്ല രീതിക്ക് അങ്ങോട്ടൊരു പോർക്ക് വെച്ച് നല്ല രീതിക്ക് ഇങ്ങോട്ട് കുത്തിയതാ. ഇതുപോലെ കണ്ടില്ലേ? ചന്നം പിന്നെ ഹോളിൽ വീണണ്ട ഇതുപോലെ ഇട്ടിട്ടുണ്ട്. വേണ്ട. ഇനി ചെയ്യുന്ന പരിപാടി നമ്മൾ മീനൊക്കെ വരയും പോലെ ഇതിനെങ്ങനെ അങ്ങോട്ട് വരയണം. കണ്ടില്ലേ? ഇതുപോലെ വരയണം. ഇങ്ങനെ നല്ല രീതിക്ക് അങ്ങോട്ട് വരഞ്ഞ് ഇതുപോലെ വരഞ്ഞെടുക്കണം. കണ്ട? ഇതുപോലെ നല്ല രീതിക്ക് അങ്ങോട്ട് വരഞ്ഞ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല രീതിക്ക് മസാല ഇറങ്ങും. അതിനു വേണ്ടി ഓക്കെ. അപ്പോൾ അതിനാവശ്യമായി മസാലക്കൂട്ട് റെഡിയാക്കാം. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, തൈര്, ശകല ഓയിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഈ മസാല ഇതിനൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഈ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മസാല അങ്ങ് പിടിക്കും. ഉള്ളിലോട്ടൊക്കെ നല്ല രീതിക്ക് ഇറങ്ങി അങ്ങ് പിടിച്ചോളും. അതിന് വേണ്ടിയാണ് ഈ ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ലേശം നാരങ്ങ നീര്, ഒരുപാട് വേണ്ട, ഒരു 2-3-4 തുള്ളി ലേശം നാരങ്ങ നീര്. ഇനി ആവശ്യത്തിന് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതിനങ്ങോട്ടുള്ള ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല സെറ്റാക്കി എടുക്കാം. ഇതുപോലെ അങ്ങോട്ട് മസാല തേച്ച് നല്ല രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്തങ്ങ് എടുക്കണം കേട്ടോ. അല്ലേ? നല്ല മിക്സായില്ലേ? ഇനി നമുക്കത് ചിക്കൻ പീസ് എടുത്ത് വെച്ച് ഇതുപോലെ അങ്ങോട്ട് മസാല നല്ല രീതിക്ക് തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. ഇതിനകത്തോട്ടൊക്കെ അങ്ങ് ഇറങ്ങട്ട്. ഈ ഹോളിനകത്തൊക്കെ നല്ല രീതിക്ക് ഇറങ്ങുന്ന രൂപത്തിൽ നല്ല രീതിക്ക് ഇതുപോലെ തേച്ചങ്ങ് പിടിപ്പിക്കണം. ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാറടി എന്ന് പറഞ്ഞനക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. ഇതുപോലെ 2 സൈഡും ഇതുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്യാം. ഉണ്ടല്ലേ? മസാലയിൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ കോഴിക്കുട്ടനെ കണ്ടോ? അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കും. ഇനി അടുത്ത പീസ് എടുത്ത് വെച്ച് അതിലും തേച്ച് പിടിപ്പിക്കും. നല്ല അടിപൊളിയായിട്ട് മസാല പിടിക്കണം. അതിനാണ് നമ്മൾ നേരത്തെ കൂട്ടി കുത്തും കോമയൊക്കെ കൊടുത്തത്. അതിലോട്ടൊക്കെ അങ്ങ് നല്ല രീതിക്ക് ഇറങ്ങും മസാല. ഇതുപോലെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കും. ഓക്കെ. ഇതുപോലെ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇങ്ങനെ റെസ്റ്റ് വയ്ക്കാം. ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചേക്കാം. ഓക്കെ.
പാനൊക്കെ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ ഒരു പീസ് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ബട്ടർ നല്ല രീതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാവും. എല്ലാ സ്ഥലങ്ങളിലും എത്തുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് അങ്ങനെയുണ്ട്. ബട്ടറൊക്കെ പെട്ടെന്ന് അലിയുന്ന അതെടുത്ത് ഇതുപോലെ അങ്ങോട്ട് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വേണം വയ്ക്കാൻ. തീ കൂട്ടിക്കളാണെങ്കിൽ പെട്ടെന്ന് ഇതായി പോവും. തീ കുറച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതുപോലെ ഇതിനൊന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ, അതിന് ഇങ്ങനെ വന്നോട്ടെ. അതാ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിന് മൈനസ് തയ്യാറാക്കുന്നത് വേറെ മുട്ടയൊന്നും പൊട്ടിച്ചൊന്നും പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതുണ്ടല്ലേ, മൈനോസ് വാങ്ങിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇതിലോട്ട് ചേർത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ അങ്ങോട്ട് ഒതുക്കിയെടുക്കാം. നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള മൈനോസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ മുട്ടയൊന്നും എടുത്തൊന്നും അടിച്ചൊന്നും റെഡിയാക്കുന്നില്ല. ഇനി കുറച്ച് ക്രീം, കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. കുക്കിംഗ് ക്രീം, ഇനി ലേശം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ പാൽ കൂടി ചേർത്തു. ലേശം ഓയിൽ കൂടി ചേർക്കാം. ചെയ്യാം. എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മിക്സി ഉപയോഗിക്കുന്നില്ല. മുട്ട നമ്മൾ പൊട്ടിച്ചൊന്നും അപ്പോഴും മൈനോസ് ഉണ്ടാക്കുന്നില്ല. ഞാൻ റെഡിമെയ്ഡ് എടുത്തു. ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതുപോലെ നമുക്ക് മിക്സ് കഴിഞ്ഞെടുക്കാം. ഇതിൽ ചേർക്കാനുള്ള സോസ് നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം. ഇതുപോലെ അല്ലേ, ഇതുപോലെ ഈ കണ്ടൻസൻറ്റ് മതി. നമുക്ക് ഒരുപാടൊന്നും ടേസ്റ്റ് ആവണമെന്നില്ല, എത്ര മതി. ചെറിയ ചീസാണ്, ചീസ് തൊട്ടിട്ട് ജസ്റ്റ് നമുക്ക് നടച്ചു വയ്ക്കാം. നമ്മൾ അടപ്പെടുത്ത് മാറ്റുമ്പോൾ നമുക്ക് വേണം. അടപ്പെടുത്ത് മാറ്റിയപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ ചീസ് ഉണ്ടല്ലോ, ആ ചീസ് നല്ല ഫ്ലറ്റായി നല്ല സെറ്റായിട്ട് അത് ചേർന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ചെയ്തായിരുന്നു, ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിനകത്തോട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ തേച്ചങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് ഒന്നുകൂടി നമ്മളിത് അടച്ചു വയ്ക്കണം. ഒന്നുകൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, വെറുതെ പറയുന്നതല്ല, അപാര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കുക. താങ്ക് യു ഫോർ